അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മഴക്കാലത്തോടെ ദുരിതമൊഴിയാതെ പേട്ട നിവാസികൾ. മണ്ണാങ്കടവ് തോടിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം മഴ പെയ്ത് തോട് കരകവിയുന്നതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാകുന്നു. മഴ കനത്തതോടെ മണ്ണാൻകടവ് തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലത്തിലൂടെ വേണം പേട്ട നിവാസികൾക്ക് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലെത്താൻ. മൂവാറ്റുപുഴ നഗരസഭയിലെ 16-ാം വാർഡിലെ പേട്ട അങ്കണവാടിയിലേക്കുള്ള ലിങ്ക് റോഡാണ് മഴ പെയ്താൽ മലിനജലം കൊണ്ട് നിറയുന്നത്. റോഡിന് സമീപത്തു കൂടി ഒഴുകുന്ന മണ്ണാൻകടവ് തോടാണ് മഴ പെയ്ത് വെള്ളമെത്തിയാൽ കരകവിഞ്ഞൊഴുകുന്നത്. ആരക്കുഴ റോഡിലേക്ക് കയറുന്ന ലിങ്ക് റോഡിന്റെ സമീപത്തെ 6 അടിയോളം വീതിയിൽ ഒഴുകി വന്നിരുന്ന തോടിനെ 1.5 അടിയിലുള്ള ചെറിയ ഓടയിലൂടെ ഒഴുക്കുന്നത് മൂലമാണ് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്. തോട് കരകവിഞ്ഞൊഴുകുന്ന പേട്ട റോഡിലടക്കം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടും. കഴിഞ്ഞ 3 വർഷമായുള്ള എല്ലാ വാർഡ് സഭകളിലും ഇക്കാര്യം പരാതിയായി പറയുന്നുണ്ടെങ്കിലും നടപടിയായിട്ടില്ലെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു. ഈ റോഡിൻ്റെ സൈഡിലുള്ള ഓട സ്ലാവിട്ട് പണികൾ നടത്തി കഴിഞ്ഞ് ഇതിലെ വരുന്ന മഴവെള്ളം ഈ റോഡിലൂടെ കവിഞ്ഞൊഴുകി പേട്ട അംഗൻവാടിയുടെ മുന്നിലേക്കും റോഡിലേക്കും കവിഞ്ഞൊഴുകി ഇവിടുത്തെ തദ്ദേശവാസികൾക്കും വഴിനട യാത്രക്കാർക്കും വാഹനങ്ങൾ ഓടിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് നഗരസഭയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. വാർഡ് സഭകളിലൊക്കെ വന്നിട്ടുമുണ്ട്. നഗരസഭ അതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രധാനപ്പെട്ട പേട്ട റോഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി താറുമാറായി കിടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പേട്ട റോഡ് നന്നാക്കിയിട്ടുണ്ട്. PWD വക റോഡാണത്. ഇപ്പോഴത്തെ ആവശ്യം ഈ പറയുന്ന ലിങ്ക് റോഡ് 60 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയുമുള്ള ഈ ലിങ്ക് റോഡ് അടുത്ത് തന്നെ അത് നന്നാക്കി ഈ റോഡ് ഉയർത്തി ഇവിടുത്തെ സ്ലാവ് മാറ്റി ഈ തോട് ഉയർത്തി സ്ലാവിട്ട് പിന്നെ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പൊതുവായിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം, വഴിനട യാത്രക്കാരുടെയും അഭിപ്രായം. ഇത് സംബന്ധിച്ച് മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാന് ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാസ് പെറ്റീഷൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പൊതുജനങ്ങളുടെയും അധികാരികളുടെയും ശ്രദ്ധയും സഹായവും ഉണ്ടാകണമെന്നാണ് ഈ വാർഡിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. മണ്ണാൻകടവ് തോട്ടിലൂടെ ഒഴുകി വരുന്ന ശുചിമുറി മാലിന്യം ഉൾപ്പെടെയാണ് തോട് നിറഞ്ഞ് റോഡിൽ കയറിക്കിടക്കുന്നത്. നഗരസഭാ സെക്രട്ടറിക്കും പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. തദ്ദേശവാസികളിൽ നിന്നും മെമ്മോറാണ്ടം തയ്യാറാക്കി നഗരസഭാ ചെയർമാന് നൽകാൻ ഒരുങ്ങുകയാണ് കൗൺസിലർ അടക്കമുള്ള പ്രദേശവാസികൾ. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.